ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് തിരക്കിലാണ്, ഉപ്പേരിയൊക്കെ വറുക്കുകയാണ്. അപ്പം നാളെ കുംഭഭരണി സദ്യയിൽ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ സദ്യ രാവിലെ അറേഞ്ച് ചെയ്തു മമ്മിയാണ് ഏറ്റവും കാര്യങ്ങൾ സദ്യയുടെ ഒരുക്കിയേക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ചുമങ്ങ കറിയുണ്ട്. അതാണ് കുംഭഭരണി സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം. അപ്പോൾ നമ്മൾ ഗംഭീരമായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലെത്തി. കുറച്ച് സമയം വെയിറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പം തന്നെ നമ്മൾ ഈരേഴത്തേക്കിൻ്റെ കുതിര വരുന്നുണ്ട്. ഈരേഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒന്നാം കരയാണ്, ഞങ്ങൾ ഒന്നാം കരക്കാരാണ്. അപ്പോൾ നമ്മളുടെ എല്ലാം ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പോൾ നമ്മളുടെ ആ വരുന്ന വരവ് നമുക്ക് അത്രത്തോളം സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഈരേഴത്തേക്കിൻ്റെ കുതിരയുടെ രണ്ട് വശത്തും രണ്ട് ഡാൻസ് കളിക്കുന്ന പാവകളുണ്ട്. അപ്പോൾ ഈ പാവയ്ക്ക് ഉടയാട് കൊടുക്കുന്നതൊക്കെ വലിയ വഴിപാടാണ് കേട്ടോ. അങ്ങനെ ഒന്നാമൻ കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങി. ഇനി രണ്ടാമനാണ് വരുന്നത്. രണ്ടാമൻ ഈരേഴ വടക്ക്. ഈരേഴ വടക്കിൻ്റെ കുതിരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിടരുന്ന താമരയുണ്ട്. അപ്പോൾ നമുക്കിനി ഈരേഴ വടക്കിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ താമര ഇപ്പം കാണിച്ചു തരാം. ദേ കണ്ടോ, ഈരേഴ വടക്കിൻ്റെ കുതിരയാണ്. അപ്പോൾ താമര വിടരുന്നതൊക്കെ നമുക്കിപ്പം കാണാം. ഞങ്ങൾ കുറച്ച് സമയം കൂടി ആ താമര അങ്ങനെ നോക്കി നിന്നു. എല്ലാ വർഷവും കാണുന്നതാണ്, പക്ഷേ കണ്ടിട്ടും മതി വരില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 13 കരകളാണുള്ളത്. 13 കരകൾക്കും 13 കെട്ടുകാഴ്ചകളുണ്ട്. കൂടുതലും തേരും കുതിരയാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് തേര് ഏതാ കുതിര ഏതാ അങ്ങനെ അറിയാൻ പറ്റില്ല, അതിൻ്റെ പ്രത്യേകതകളും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഓടിച്ചിട്ടൊന്ന് കാണിക്കാം കേട്ടോ. ഇത് മറ്റും വടക്കിൻ്റെ ഭീമസേനാണ്. ഭഗന് ചോറും കൊണ്ട് വന്ന ഭീമനാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അടുത്ത് ചെറിയൊരാൾ നിൽപ്പുണ്ട്. അതാണ് ഈച്ചാടി വല്യപ്പ, കണ്ടോ. അതുപോലെ തന്നെ ഇത് മറ്റും തെക്കിൻ്റെ ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിയുടെ പാഞ്ചാലിയാണ് കേട്ടോ. അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ 6 കുതിരയും 5 തേരും, ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി, ഇത്ര പേരുടെ കൂടിച്ചേരുവാണ് കെട്ടുകാഴ്ച പൂർണ്ണമാകുന്നത്. ഇനി വെളുപ്പിനെ അമ്മ ഇത് കാണാൻ വരുന്നുണ്ട്. അത് ഗംഭീര എഴുന്നള്ളത്താണ്. ഇനി ബാക്കി അത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഈ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന എഴുന്നള്ളത്തോടു കൂടിയാണ് കുംഭഭരണി അവസാനിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.